ഇവനെതിരെ നമ്മളെ മാത്രമല്ല പല കമ്പനീസിന്റെയും വക്കീൽ നോട്ടീസ് വരെ പോയിട്ടുണ്ട്. എടീ, നിന്നെ പോലുള്ള തട്ടിപ്പ് നടത്തുന്ന കമ്പനിയുടെ വക്കീലിനെ എനിക്കൊന്ന് പരിചയപ്പെടണം. ആ വക്കീലിന്റെ പേരൊന്ന് എനിക്ക് കാണണം. അയാളുടെ പേര് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നിന്നെ പോലെയുള്ള 2000 രൂപ ഈ വീട്ടമ്മമാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പറ്റിച്ചുകൊണ്ട് അവർക്ക് ഒരു സാധനം കൊടുക്കാതെ ഒരു മാസം കൊണ്ട് 10,000 ഉണ്ടാക്കാം 20,000 ഉണ്ടാക്കാം എന്ന് പറയുന്ന നിന്നെ പോലുള്ള കമ്പനികൾക്ക് സപ്പോർട്ടീവായി നിന്നുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുന്ന വക്കീലിന്റെ ഫോട്ടോസ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കും. നമസ്കാരം, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് റിവീൽ ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും 5 രൂപയെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 1 രൂപയെങ്കിൽ 1 രൂപ ആദ്യം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷൻ തരാം എന്ന് പറയുന്ന എല്ലാ ടീമുകളും തട്ടിപ്പുകാരാണ്. നിങ്ങൾ ഇത് ഓർത്തു വെക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണും. ആദ്യമായിട്ട് തന്നെ പറയാണ്, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്ന് ലൈക്ക് അടിക്കുകയും അതുപോലെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. കാരണം തട്ടിപ്പുകാർക്കെതിരെ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് അവർ എക്സ്റ്റേണൽ വ്യൂവിൽ വന്നിട്ട് വാച്ച് ഡ്യൂറേഷൻ കുറയ്ക്കുക, അതുപോലെ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ റിപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ ചാനലിലെ വ്യൂസ് വളരെ വല്ലാണ്ട് കുറയുന്നുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നുള്ളത് പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് എലൻസ ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ പേര് വെച്ചുകൊണ്ട് തന്നെ, ഇവർ കമ്പനി എന്ന് പറയപ്പെടുന്ന ഇതിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ രീതി എന്ന് പറയുന്നത് 2000 രൂപ സ്ത്രീകളിൽ നിന്നും വീട്ടമ്മമാരിൽ നിന്നൊക്കെ ആദ്യം മേടിച്ചതിന് ശേഷം ഈ പബ്ലിക്കായിട്ട് ഗൂഗിളിൽ കിട്ടുന്ന കുറെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ സർവേ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് ആഡ്സ് കണ്ട് പൈസ ഉണ്ടാക്കാനൊക്കെ പറയാണ് ചെയ്യുന്നത്. ഇപ്പോ നിലവിൽ ഈ എലൻസ ലേണിംഗ് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ ഇൻസൈറ്റ് ഇൻഫോ എന്ന പേരിൽ പേര് മാറ്റിക്കൊണ്ട് നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം പേര് മാറ്റിക്കൊണ്ട് ഇവർ ഈ തട്ടിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണ്. തട്ടിപ്പ് എന്ന് പറയാൻ കാരണം ഉണ്ടാകുമല്ലോ, ഞാൻ പറയാം. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ആണ്. ഞാനൊരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെ വെറുതെ ഒന്നും അങ്ങോട്ട് വീഡിയോ ചെയ്യില്ല. ഇവൻ പറയുന്നുണ്ട് എലൻസ ലേണിംഗ് അക്കാഡമിയിലെ ഏതോ ആളാ, ട്രെയിനറോ മാനേജറോ എന്ന് പറയുന്ന അവൻ പറയുന്ന കുറച്ച് വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഞാൻ എന്തോ പണത്തിന് വേണ്ടിയാണ് ഈ പരിപാടി കാണിക്കുന്നത്, പല കമ്പനികളെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് പണം തട്ടുകയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. ഇവൻ തെളിയിക്കേണ്ടി വരും. ഈ പറഞ്ഞവൻ തെളിയിക്കേണ്ടി വരും ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. നിന്നെ ഈ പെട്ടുപോയ സ്ത്രീകൾ വിളിക്കുമ്പോൾ നീ അവരെടുത്ത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തട്ടിപ്പ് കാണിച്ചെന്നൊക്കെ പറഞ്ഞ് വോയിസ് അയക്കുന്നുണ്ടല്ലോ, നീ ഒന്ന് തെളിയിക്കന്നെ വേണ്ടി വരും മോനെ. ഇവരടുത്ത് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചതാണ്, മാന്യമായിട്ട് സംസാരിച്ച് ചോദിച്ചതാണ്. ഞാൻ ആദ്യ വിളിയിൽ തന്നെ ഞാനാ മനസ്സിലാക്കി ഇവനെ ബ്ലോക്ക് ചെയ്തു. വീട്ടിൽ പണിക്ക് വന്നിട്ടുള്ള ഭായിമാരുടെ നമ്പർ എന്ന് വിളിച്ചപ്പോൾ അവൻ എടുത്തു. ഞാനാണ്, എനിക്ക് സംസാരിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ പൈസ കൊടുത്ത ആരെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ ഞാൻ ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നീ ആദ്യം വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വാ എന്ന് അവനോട് പറയുന്നത്. അത്രയും മോശമായ വൃത്തിയുടെ സംസാരം അവൻ സംസാരിക്കുന്നത്. ഞാൻ നീ എന്നോ എടാ എന്നോ പോടാന്ന് ഞാൻ വിളിച്ചിട്ടില്ല. അവൻ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങുക. എനിക്കിതിനെ കുതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ സംസാരിക്കുന്ന വോയിസ് ഞാൻ കേൾപ്പിക്കാം. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പം ട്രെയിനിങ് തന്നിട്ടും വേണ്ടത്തിന് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല ഉറപ്പായിട്ട് നമ്മൾ കോഴ്സ് ഫീ റീഫണ്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചെയ്ത് തന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് അതിൻ്റെതായ പ്രോസസ്സ് കാര്യങ്ങളുണ്ട്. കാര്യം നമ്മളിത് ട്രെയിനിങ്ങിന് ഗ്യാരണ്ടി ആയതുകൊണ്ട് ട്രെയിൻ ഡിവിഷനിലേക്ക് അതിൻ്റെ അകത്ത് അവിടെ നിന്ന് കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കുന്നേണ്ട പ്രോസസ്സ് കാര്യങ്ങൾ നടപടിക്രമങ്ങളുണ്ട്. കാരണം നമ്മളെ ക്ലയന്റിന് ഒരു ക്ലയന്റ് നമുക്ക് അത്രയ്ക്ക് വാല്യൂബിൾ ആണ്. അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുക, അല്ലാതെ എക്സ്റ്റിമേറ്റ് കറക്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമ്മളത് കൊടുക്കില്ല. വന്നു പറഞ്ഞാൽ ചോദിച്ചോണ്ട് ഒരു വ്യക്തിക്കും റീഫണ്ടോ അല്ലെങ്കിൽ കോഴ്സ് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യരുത്. കാര്യം അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അത് ഞാൻ പ്രോസസ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ ഇതിന്റെ പ്രോസസ് റിക്വസ്റ്റ് കൊടുക്കാം. ഇത് ഇവൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഇന്ന വ്യക്തിക്ക് അങ്ങ് റീഫണ്ട് കൊടുത്തേക്ക്, വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന്. അപ്പോഴാണ് ഇവൻ ഈ വോയിസ് അങ്ങോട്ട് അയക്കുന്നത്. അവർ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നില്ലായിരുന്നു ഇവൻ. ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇവൻ അറിയില്ലായിരുന്നു ഈ കേസ്. ഇത് ആ റീഫണ്ട് അങ്ങ് കൊടുത്തേക്ക് അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ അയച്ച വോയിസ് ആണിത്. കൊടുത്തേക്കാം മേഡം എന്ന്. ഇവർ ഈ പേയ്മെന്റ് എന്നാ കൊടുത്ത് നിങ്ങൾക്ക് അറിയാവോ? ജൂലൈ മാസം, കഴിഞ്ഞ വർഷം 2024 ജൂലൈ കൊടുത്ത പേയ്മെന്റ് ഇവര് ഒരു മാസം വിളിച്ച് തന്നെ ചോദിച്ചു തുടങ്ങിയ റീഫണ്ട്. ഇന്ന് ഡേറ്റ് എത്ര അറിയോ നിങ്ങൾക്ക്? 24-ാം തീയതിയാണ്. ഏത് മാസം എന്നറിയോ? മെയ് മാസം 24-ാം തീയതി. ഇതുവരെ റീഫണ്ട് കൊടുത്തിട്ടില്ല. ഈ തട്ടിപ്പുകാരെ ആൾക്കാരെ വീഴ്ത്തുന്ന എങ്ങനെയെന്നറിയാവോ? ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് തരും, മാഡത്തിന് അല്ലെങ്കിൽ സാറിന് ഈ തന്ന എമൗണ്ട് തിരിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും ആ 2000 രൂപ തട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. എങ്ങനെയെങ്കിലും കോൾ സെന്ററിൽ ആൾക്കാരെ വെച്ചുകൊണ്ട് 2000 രൂപ തട്ടിയെടുക്കുക. എന്നിട്ട് ഒന്നുമില്ല, ഈ 2000 രൂപ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന വ്യക്തി, ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ കേട്ടോ, ഇതിന് ശേഷം കണ്ടോ എത്ര മെസ്സേജ് അയച്ചു നോക്കൂ. വായിച്ച് കേൾപ്പിക്കാം. ഹലോ, നിങ്ങളൊരു വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2000 വാങ്ങിയിട്ട് ട്രെയിനർ ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ, കൊണ്ടുപോയി കേസ് കൊടുക്കും, പ്രൂഫൊക്കെ എൻ്റെ ഉണ്ട്, മര്യാദയ്ക്ക് എൻ്റെ പൈസ തിരിച്ചു തന്നോ, അവരെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന്. ഇവർ ട്രെയിനർ ആയിട്ടൊരു വ്യക്തി അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
ആ വ്യക്തി വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, 2000 കിട്ടി മുങ്ങി. ഇതുപോലെ പെട്ടുപോയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞാൻ എക്സലിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാർ പറ്റിച്ചവരുടെ. ഇവൻ ഈ പൈസ വാങ്ങി പറ്റിച്ചിട്ടുള്ള ആൾക്കാരടുത്ത് പറയുന്നത് എന്താ അറിയോ, വക്കീൽ നോട്ടീസ് എനിക്ക് അയച്ചിട്ടുണ്ടെന്ന്. 2 വക്കീൽ നോട്ടീസ് എനിക്ക് അയച്ചിട്ടുണ്ട്, കൈ പറ്റിയിട്ടില്ല എന്ന്. ഇവൻ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാനുള്ള നല്ലൊരു സാധനം എൻ്റെ ഉണ്ട്. അത് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച വക്കീലിനെ കൊണ്ട് നീ അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീ പെട്ടുപോകും. പിന്നെ മേഡം ആരെങ്കിലും മേഡത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ചെയ്യുകയെങ്കിൽ അത് അങ്ങനെയുള്ള പ്രോസസ് ഉണ്ട്. അല്ലാതെ തേർഡ് പാർട്ടിയുടെ ആവശ്യമൊന്നും വേണ്ട. മേഡം ഇവിടെ കമ്പനിയുടെ കോഴ്സിലേക്ക് എൻറോൾമെന്റ്. അപ്പൊ അവന് സംശയം വന്നു, എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണോ ഈ പറയുന്ന റീഫണ്ട് ചോദിക്കുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടെന്നുള്ളത് ചെയ്തു. അതിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, നമ്മളത് പ്രോസസ് ചെയ്തു തരും. ഇപ്പോഴും പറയുന്നത് ഇത് നിങ്ങൾക്ക് റെക്കോർഡ് സൂക്ഷിക്കാമല്ലോ, ഈ പറയുന്ന വോയിസും അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ അത് പൂർത്തിയാക്കിയിട്ട് മാഡത്തിന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും കേട്ടോ. മാക്സിമം നമുക്ക് 72 hours വരെ എടുക്കും, അതായത് 3 days വരെ എടുക്കും. അതിനകത്തെ അത് ക്ലിയർ ആവുള്ളൂ. എന്തെങ്കിലും അതിനുള്ളിൽ ഞാൻ മാഡത്തിനെ കോൺടാക്ട് ചെയ്തു. അതാണ് ഇപ്പൊ തന്നെ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ എന്താ പേയ്മെന്റ് 3 days കഴിഞ്ഞു കേട്ടോ. വെള്ളം കയറിയിട്ടുണ്ട്, മഴയാണ്, നാളെ ബാങ്ക് അവധിയാണെന്നൊക്കെ പറഞ്ഞാൽ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. മേഡം ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ അറിയില്ല, ഇപ്പൊ നമുക്ക് ചില ആൾക്കാരുണ്ട് നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ നിങ്ങളെ ഈ ഇൻഫ്ലുവൻസ് ചെയ്തുള്ള ആ ഒരു ബ്ലോഗർ, അവൻ ഫുള്ള് നെഗറ്റീവ്സും കാര്യങ്ങളും, അവനെതിരെ ഒരുപാട് കമ്പനികളുടെ കംപ്ലൈന്റ്സും കാര്യങ്ങളും കിടക്കുകയാണ്. ഇവൻ ഇങ്ങനെ ഷോ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണുങ്ങളടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ വലിയ വായ്ത്താലടിക്കാതെ എനിക്കെതിരെ ഏത് കമ്പനിയാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് ഒരു പ്രൂഫ് അവർക്ക് അയച്ചു കൊടുക്ക്. മനസ്സിലായോ? കാണിക്കാനായിട്ട്, അതായത് പല കമ്പനിയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഫണ്ട് തട്ടാനായിട്ട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? തട്ടിപ്പ് കാണിക്കുന്ന ആരായാലും ഞാൻ തുറന്നു കാണിക്കാൻ എൻ്റെ വീഡിയോയ്ക്കകത്തൂടെ. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടേണ്ട ഒരു അവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. തട്ടിപ്പ് കാണിച്ചവരുടെ പൈസ മേടിച്ച് ഞണ്ണിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഒന്നും പണം എനിക്ക് വേണ്ട. ഒരിക്കലും നിന്റെ ഞാൻ 5 പൈസ നീ തരാമെന്ന് പറഞ്ഞാലും ശരി. നീയിപ്പോൾ നാളെ വിളിച്ച് പറയാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യണം, നിനക്കൊരു 10,000 രൂപ ഇട്ട് തരാം, അല്ലെങ്കിൽ 500 രൂപ ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഈ നാട്ടുകാരെ പറ്റിച്ച പൈസ എനിക്ക് വേണ്ട. മനസ്സിലായോ? അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു കംപ്ലൈന്റ്സ് ഇതിപ്പോ നിങ്ങൾ ചെയ്ത് എന്താണ് ഒരു കോഴ്സിനെ എൻറോൾമെന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റുന്നത്, നമുക്കൊരു സാധനം വാങ്ങിച്ചിട്ട് നമുക്കത് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാത്ത കൺസ്യൂമർ കോർട്ട് വരെ ഉണ്ട്. അല്ലാതെ ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കമ്പനിയും കോർപ്പറേറ്റും അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ആട്ടിൻ തോലിട്ട് ചെന്നായില്ലേ, അതാണ് ഇങ്ങനെയുള്ള കുറെ യൂട്യൂബർമാര്. ഇവനൊക്കെ വേറെ ഒരു പണിയില്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാരെ കണ്ട് ഇവന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഇന്നും പൈസ അടിച്ചു മാറ്റുന്ന ലെവലായിരിക്കും അവൻ ചെയ്യുന്നത്. അത് ശരിയാക്കി തരാം, ഇത് ശരിയാക്കി. നിന്നെ കൊണ്ട് ഇതിനെ സമാധാനം പറയിപ്പിക്കും ചെറുക്കാം. മോനെ നിനക്ക് ശരിക്കും കൊള്ളുന്നുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാര്യം എന്താ അറിയോ, ഇവൻ പെട്ടിട്ടുണ്ട്. എടാ, ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടാണ് നിന്റെ കമ്പനിക്കകത്തോട്ട് പൈസ അയച്ചു തന്ന കുറേ പേര് രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലേക്ക് 2000 രൂപ അയക്കാൻ നിന്ന കുറേ പേര് അയക്കാതെ രക്ഷപ്പെട്ടു പോയത്. എത്ര പേര് പൈസ നീ മുക്കിയിട്ടുണ്ടാ? എത്ര പേരുടെ 2000 രൂപ മേടിച്ചിട്ട് നീ എന്താ കൊടുത്തിട്ടുള്ളത്? ഈ ഗൂഗിളിനകത്തുള്ള സൈറ്റിൽ ലിസ്റ്റ് അയച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിനെങ്ങനെ ലോഗിൻ ചെയ്യും? ഇതൊക്കെ ആർക്കും കിട്ടുന്ന സാധനം. എന്നിട്ട് നീ പറഞ്ഞാൽ പറയും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കോഴ്സ് കൊടുക്കുന്നില്ല, അതുപോലെ കോഴ്സ് കൊടുത്താണെന്ന്. ഇതെന്താണോ കോഴ്സ്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കല്യാണം കഴിക്കണോ? ഒരു 2000 രൂപയും കൊടുത്താ കല്യാണം കഴിക്കാനുള്ള എളുപ്പവഴികൾ ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് 2000 രൂപ മേടിക്കുകയാണ്. എന്നിട്ട് മാട്രിമോണി സൈറ്റിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ അയച്ചു തന്നാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? ഓട്ടോമാറ്റിക്കലി മാട്രിമോണി സൈറ്റ് നമ്മുടെ നെറ്റ്വർക്കിലുള്ളതാണ്, ഇന്റർനെറ്റിലുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്താൽ പോരെ? ഞാൻ കല്യാണം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ 2000 രൂപ മേടിച്ചിട്ട് ഞാൻ ഈ ഭാരത് മാട്രിമോണിയിൽ അതുപോലെ പല പല മാട്രിമോണി സൈറ്റ് ഉണ്ട്, അതിലെങ്ങനെ ലോഗിൻ ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിലെങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് ഗുണമുള്ളത്? ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടാവില്ലേ മാട്രിമോണി സൈറ്റ് രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ളത്? ഇതേപോലെ ഒരു തട്ടിപ്പാണിത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 2000 രൂപ മേടിക്കുന്നു. ആ 2000 രൂപ മേടിച്ച് വെച്ചതിന് ശേഷം ട്രെയിനർ സപ്പോർട്ടീവായിട്ട് തരുമെന്ന് പറയുന്നു. ട്രെയിനർ ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നു, വീഡിയോ അയച്ചു കൊടുക്കുന്നു. ആ വീഡിയോയ്ക്കകത്ത് എന്താ ഉള്ളത്? ഗൂഗിളിൽ കോമൺ ആയി കിട്ടുന്ന ഓരോ മണി മേക്കിംഗ് വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ്. ഇതാണ് ഇവർ അയച്ചു കൊടുക്കുന്നത്. ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല, 100% പൈസ കിട്ടില്ല. ഒരു സർവേ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അരമണിക്കൂർ സർവേ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് 29 മിനിറ്റ്സ് കഴിയുമ്പോൾ സർവേ ഡിസ്ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങൾ അരമണിക്കൂർ പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നെക്കൊണ്ട് നിന്നുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് മാറി നിൽക്കും. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഇവർക്ക് ഈ 2000 രൂപ കിട്ടുകയും ചെയ്യും. ഇത് പോസ്റ്റൽ വഴി കുറെ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഈ പരിപാടി കാണിച്ചുകൊണ്ട്. പോസ്റ്റൽ അയച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ 6000 രൂപ പെനാൽറ്റി അടിക്കുന്നു പറഞ്ഞിട്ട് ഇതുപോലെ കുറെ ടീം വേറെയുണ്ട്. ടാലന്റ് ടെക്നോളജി എന്ന് പറഞ്ഞ വേറെ ഒരുത്തരുണ്ട്. ഇപ്പോൾ അവൻ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീലാൻസർ ആണത്ര, ഫ്രീലാൻസർ. അവൻ പറഞ്ഞ കാര്യം ഇതൊക്കെ നോക്കാം, സൈബർ സെല്ലുണ്ട്, നീ എന്തിനാ ഇറങ്ങിക്കണമെന്ന്. സൈബർ സെല്ലൊക്കെ ഇവന് സപ്പോർട്ടാണോ? എന്തായാലും ബാക്കി പറഞ്ഞോണ്ട് കേൾക്കും. നീ എന്റെ പേര് പറയുന്നത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. ചാനലിന്റെ പേരോ എന്റെ പേരോ നീ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ
നേരിട്ട് നീ എൻ്റെ അടുത്ത് ഇതിന് മറുപടി പറയേണ്ടി വന്നേനെ. നേരിട്ട്. നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ നമ്മൾ ഒരു യൂട്യൂബറിന്റെയും വലിയ ചാനലിൽ നമുക്ക് ലീഗലി വേണമെങ്കിൽ ഒരു കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യം എല്ലാം ഇതിന്റെ അകത്തുണ്ട്. ഒരു പ്രോഡക്റ്റോ സർവീസോ നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ വരെ ഉണ്ട്. നമ്മൾ കേരളത്തിലൊക്കെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയുള്ളവന്മാരെ ചതിയിലൊന്നും ചാടാതിരിക്കുക കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളെ കോഴ്സ് എടുത്തപ്പോഴേ പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് കോഴ്സ് ഫീ റീഫണ്ടബിൾ ആണ്. കാരണം എന്താണ്, ഇൻഡിവിജ്വൽ അക്കൗണ്ടിലല്ല ചെയ്യുന്നത്. എന്താണ് നീ പൈസ മേടിച്ച് കഴിഞ്ഞ വർഷം ജൂലൈയിൽ നീ ആ കഥയാണ് പറഞ്ഞ റീഫണ്ട് തരാന്നുള്ളത്? ഒരു മാസം കഴിയുന്നിടത്ത് റീഫണ്ട് ചോദിക്കുന്നതല്ലേ ഇത്? പൈസ മേടിച്ച് പിറ്റേ ദിവസം റീഫണ്ട് ചോദിച്ചതല്ലേ? എന്നിട്ട് എന്ത് കൊടുക്കാഞ്ഞേ? ട്രെയിനർ വരും ഉണ്ടാക്കുന്നു പറഞ്ഞു, ട്രെയിനർ വന്നില്ലല്ലോ. കമ്പനിയുടെ അക്കൗണ്ടിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാലിഡ് പ്രൂഫാണ്, നമുക്ക് പ്രോസസ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും റിക്വസ്റ്റ് ലെവലിലേക്ക് ഇടുകയാണ്. നല്ല നടപടിക്രമങ്ങളാണ് എടുത്തത്, ക്ലിയർ ചെയ്തില്ല. കാരണം നിങ്ങൾ അർഹതപ്പെടാത്ത ഒരു രൂപ നിങ്ങൾ ചെയ്ത ഒരു രൂപ ഇവിടെ ആർക്കും വേണ്ട, അത് ക്ലിയർ ചെയ്തേ. അത് ഇതേപോലുള്ള തേർഡ് പാർട്ടി യൂട്യൂബേഴ്സിന് അത് ഇങ്ങനെയുള്ള ഏട്ടപ്പെട്ടു മോനെ. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് എന്താ അറിയോ, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ. നീ മാന്യമായിട്ട് തട്ടിപ്പും കാണിച്ചൊരു മൂലക്കിരിക്കുവാണെങ്കിൽ ആരും നിനക്കെതിരെ വരില്ല. മനസ്സിലായോ? നീ ഭയങ്കര അഹങ്കാരം കാണിച്ചിട്ട് എനിക്കെതിരെ അങ്ങ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നീ അയക്കുന്നുണ്ടല്ലോ. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിന്റെ കമ്പനിയുടെ പേരെ വെക്കാൻ പോകുന്നത്. നീ അയക്ക്, നോട്ടീസ് അയക്ക്. പിന്നെ വേണ്ട ഒരു കാര്യം കൂടി, ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെടുത്ത് നീ ആ റീഫണ്ട് കൊടുത്തേക്കെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവനിങ്ങനെ വളവളാന്നും പറഞ്ഞിട്ട് ഇവരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട്. ഞാൻ തെളിവ് വെച്ച് സംസാരിക്കുന്നത്. നീ വക്കീലിനോട് ചോദിച്ചാൽ നിന്റെ ഞാൻ പറയുന്നില്ല, നീ അയക്കി. ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു യൂട്യൂബർ മാഡത്തിന്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് അമ്മ ക്ലിയർ ചെയ്തതിന് കേട്ടോ 3 days. പിന്നെ മാഡത്തിന് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ചെയ്ത യൂട്യൂബറിനെതിരെ കാര്യങ്ങൾ കമ്പനിയുടെ പേരോ കാര്യങ്ങളോ ചെയ്തേക്കുന്നത് മാഡത്തിന് ഇവരായിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റൈറ്റ്സ് ആണ്. പക്ഷേ ഇതിന് വേണ്ടി ഇതേപോലെ ഈ ആക്ടിൻ തൊഴിലിൽ ചെന്നായി കളിക്കുന്ന കുറെ ബ്ലോഗർമാരുണ്ടല്ലോ. അപ്പോൾ ഇവനെതിരെ നമ്മളെ മാത്രമല്ല പല കമ്പനീസിന്റെയും വക്കീൽ നോട്ടീസ് വരെ പോയിട്ടുണ്ട്. എടീ, നിനക്ക് തട്ടിപ്പാരൊക്കെയായിട്ട് ബന്ധമുണ്ടോ? ഞാൻ തട്ടിപ്പാർക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. ഈ കംബോഡിയയിൽ പോയി തട്ടിപ്പ് കാണിക്കുന്നവര്, ബാംഗ്ലൂരെ ജോബ് സ്കാൻ നടത്തുന്നവര്, അതൊക്കെ നിന്റെ കമ്പനി ടീമിലുള്ളതാണോ? അവരൊക്കെ വക്കീൽ നോട്ടീസ് അയച്ചാൽ നീ എങ്ങനെ അറിയുന്നത്? ഈ തട്ടിപ്പുകാരൊക്കെ വക്കീൽ നോട്ടീസ് അയക്കുമോ? അത്ര ധൈര്യമൊക്കെ ഉണ്ടോ ഇവന്മാർക്ക്? ഞാനിവിടെ അല്ലെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട് ഇങ്ങനെ കമ്പനിക്കെതിരെ ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഞാൻ തട്ടിപ്പ് നടത്തുന്ന കമ്പനിക്കെതിരെയും ആൾക്കാർക്കെതിരെയാണ് വീഡിയോ ചെയ്യുന്നത്. അവർ വക്കീൽ നോട്ടീസ് അയച്ചത് നിന്നോട് പറയുമ്പോൾ നിനക്കെന്താ അവരായിട്ട് ബന്ധം? നിങ്ങളൊക്കെ ഒരു ശൃംഖലയാണോ? റിസീവ് ചെയ്യാൻ എനിക്ക് കിട്ടിയാലേ റിസീവ് ചെയ്യുള്ളൂ. കമ്പനിയുടെ ഒരു പേരോ കാര്യങ്ങളോ ആരെയും ഹരാസ് ചെയ്യാനോ ചീത്തപ്പെടുത്താനോ അത് സാധിക്കുന്നതല്ല. അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ്, നിയമപ്രകാരമുള്ള കുറ്റകരമാണ്. ഇപ്പൊ മേഡം തന്നെ ഇവിടെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തു. നീ എത്ര പേരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് തട്ടിയിട്ടുണ്ടെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തുണ്ട്. അതങ്ങ് പബ്ലിഷ് അങ്ങ് ചെയ്താറുണ്ടല്ലോ. ഇതുമാതിരി ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർ നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ അറിയാം കേട്ടോ. പറഞ്ഞ് തിരിക്കാൻ നന്നായിട്ട് അറിയാം. ഇത് ഇപ്പൊ ഈ പെട്ടുപോയ സ്ത്രീയെ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണിത്. അവരെനിക്ക് അയച്ചു തന്നത് എന്തുകൊണ്ടാ? എന്നെ അവർക്ക് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാ. മനസ്സിലായോ? അത് ഈ പൊട്ടൻ അറിയില്ല. അതേപോലെ തന്നെ അവൻ ഒരു കസ്റ്റമർ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ ചെന്ന് ചാടാതിരിക്കുക. രണ്ടാമതൊരു കാര്യം, ഈ വ്യക്തി കമ്പനിയിലേക്ക് ഇവിടെ വിളിച്ചിട്ട് പല ആൾക്കാരെയും ഇവിടെ മാത്രം പല വ്യക്തികളും പല കമ്പനികളെ ട്രാൻസ്ഫർ ചെയ്ത് ഫണ്ട് ഈടാക്കിയെന്നാണ് നമുക്ക്. ആണോ? നിന്റെ കമ്പനിയിലേക്ക് ഞാൻ വിളിച്ചിട്ട് നിനക്ക് എന്റെ കമ്പനി ഉണ്ടോടാ? നീ എലൻസ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ നമ്പറിൽ ഏത് വിളിച്ചാലാ നീ എടുക്കുക? ഞാൻ നിന്റെ അടുത്ത് വിളിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാ വിളിച്ചത്? ഇന്ന വ്യക്തിക്ക് റീഫണ്ട് കൊടുത്തേക്ക്, അങ്ങനെ 4-5 പേർക്ക് ഞാൻ റീഫണ്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 5 പൈസ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. നീ ഒന്ന് ഉണ്ടാക്കുന്ന ഈ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കുന്ന പൈസക്കകത്തൊന്നും എനിക്ക് 5 പൈസ വേണ്ട. ഏത് കമ്പനിയിൽ ടോർച്ചർ? നീ കമ്പനിയുടെ പേര് പറഞ്ഞു കൊടുക്കടാ. ഏത് കമ്പനി വിളിച്ച് ഞാൻ ടോർച്ചർ ചെയ്തേ? ഏത് കമ്പനിയാ? നീ പേര് പറഞ്ഞു കൊടുക്കുക. അതെല്ലാം വളരെ ട്രാക്കബിൾ ആയിരിക്കും അവർക്ക്. ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യം ആ പുള്ളി ഇപ്പൊ മേഡം കസ്റ്റമറാണ്, മേഡം കംപ്ലൈന്റ് ആവശ്യപ്പെട്ടു, ഓക്കെ. പക്ഷെ മറ്റൊരു തേർഡ് പേഴ്സൺ എന്തെങ്കിലും നെഗറ്റീവ് ആക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അവനെതിരെ ആക്ഷൻ എടുക്കും കേട്ടോ. പെട്ടെന്ന് എടുക്കണം ആക്ഷൻ, പെട്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇനി വീഡിയോ ചെയ്യും. ഓക്കെ. അപ്പൊ മേഡം ശ്രദ്ധിക്കേണ്ട കേസാണ്. മാക്സിമം അവരുടെ കോൺടാക്ട്സ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇവിടെ നമ്മളെ കമ്പനിയെ പുള്ളിക്കെതിരെ 2 പ്രാവശ്യം വക്കീലോട്ട് സഹിച്ചോ കൈപ്പറ്റിയിട്ടില്ല. അപ്പോൾ അത് നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. മേഡം അവന്റെ സഹായം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വക്കീലിനോട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടണം. മനസ്സിലായോ? എന്നാലും ഞാൻ റിസീവ് ചെയ്യുള്ളൂ. അല്ലാതെ നീ ആർക്കയച്ചു എനിക്കറിയത്തില്ല. നീ ഏതിലേക്ക് വക്കീലിനോട് സഹായിച്ചെന്ന് ആർക്കറിയാം? നീ നിന്റെ വക്കീലിനോട് ചോദിക്കുക എങ്ങോട്ട് അയച്ചു. ആ വക്കീലിനൊന്ന് പരിചയപ്പെടണമല്ലോ. നിന്നെ പോലുള്ള തട്ടിപ്പ് നടത്തുന്ന കമ്പനിയുടെ വക്കീലിനെ എനിക്കൊന്ന് പരിചയപ്പെടണം. ആ വക്കീലിന്റെ പേരൊന്ന് എനിക്ക് കാണണം. അയാളുടെ പേര് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്.
നിന്നെ പോലെയുള്ള 2000 രൂപ ഈ വീട്ടമ്മമാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പറ്റിച്ചുകൊണ്ട് അവർക്ക് ഒരു സാധനം കൊടുക്കാതെ ഒരു മാസം കൊണ്ട് 10,000 ഉണ്ടാക്കാം 20,000 ഉണ്ടാക്കാം എന്ന് പറയുന്ന നിന്നെ പോലുള്ള കമ്പനികൾക്ക് സപ്പോർട്ടീവായി നിന്നുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുന്ന വക്കീലിന്റെ ഫോട്ടോ സഹിതം ഞാനിൽ കാണിക്കും. നീ അയക്ക്. അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്. മനസ്സിലായോ? അത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ പുറകിൽ ഞാൻ ഇങ്ങനെ തട്ടിപ്പുകാർക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ട് തന്നെയാണ്, ലീഗലി തന്നെ. മനസ്സിലായില്ലേ? വക്കീല്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്, നിയമം എന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരല്ലേ. ഇവിടെ വർഷങ്ങളോളമായിട്ട് ഈ 2000 രൂപ പറ്റിച്ച് ഇത്തരം തട്ടിപ്പ് കാണിക്കുന്ന ഇവനെതിരെ ഒരു ലീഗൽ ആക്ഷൻ ഇവിടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്ന എനിക്കെതിരെ ഒരു ലീഗൽ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്താവും അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് ആ ആക്ഷൻ എടുക്കുന്ന ആൾ കൂടെ മനസ്സിലാക്കുക. മനസ്സിലായോ? ഇവൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഇവന്റെ ഓണറുടെയും CEO ഒക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അക്കൗണ്ട്സ് എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു ഈ പരിപാടിക്ക്. ഇത്രേ പറയാനുള്ളൂ. ഗുഡ് ബൈ.